ഭാഗമൊന്ന് വിശ്വാസ പ്രഖ്യാപനം. ഖണ്ഡമൊന്ന്. ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം സമാരംഭിക്കുന്നത്. വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുപറയുന്നതും ആരാധനക്രമത്തിൽ നാം ആഘോഷിക്കുന്നതും ദൈവപ്രമാണങ്ങളുടെ അനുവർത്തനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം ജീവിതത്തിൽ പകർത്തുന്നതുമായ സഭയുടെ വിശ്വാസത്തെ വിശദീകരിക്കുന്നതിന് മുൻപായി വിശ്വസിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നാം ചോദിക്കുന്നുണ്ട്. തന്നെ തന്നെ വെളിപ്പെടുത്തുകയും തന്നെ തന്നെ മനുഷ്യന് പ്രദാനം ചെയ്യുകയും സ്വജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അന്വേഷിക്കുന്ന മനുഷ്യന് അതിസമ്പുഷ്ടമായ പ്രകാശനം നൽകുകയും ചെയ്യുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. അതിനാൽ ഒന്നാമതായി മനുഷ്യൻ്റെ അന്വേഷണത്തെക്കുറിച്ചും പിന്നീട് ദൈവം മനുഷ്യന് സ്വാഗതമരുളുന്ന മാർഗമായ ദൈവിക വെളിപാടിനെക്കുറിച്ചും അവസാനമായി വിശ്വാസം എന്ന പ്രത്യുത്തരത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നതായിരിക്കും. അധ്യായം 1. ദൈവത്തെ പ്രാപിക്കാനുള്ള മനുഷ്യന്റെ കഴിവ്. ദൈവത്തിനായുള്ള ദാഹം. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യഹൃദയത്തിൽ രേഖപ്പെട്ടിട്ടുള്ളതാണ്. കാരണം മനുഷ്യൻ ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ്. തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല. മനുഷ്യൻ നിരന്തരം അന്വേഷിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രമേ അവൻ കണ്ടെത്തുകയുള്ളൂ. ദൈവത്തോടുള്ള ഐക്യത്തിന് വിളിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന വസ്തുതയാണ് മനുഷ്യൻ്റെ മഹത്വത്തിന് സർവോപരി അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ദൈവവുമായി സമ്പർക്കം പുലർത്താനുള്ള ക്ഷണം അസ്തിത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ മനുഷ്യന് നൽകപ്പെടുന്നു. സ്നേഹപൂർവ്വം ദൈവം അവനെ സൃഷ്ടിച്ചുകൊണ്ടും അനവരതം അവനെ സ്നേഹത്തിൽ പരിപാലിക്കുന്നത് കൊണ്ടുമാണ് മനുഷ്യൻ അവൻ്റെ അസ്തിത്വത്തിൽ നിലനിൽക്കുന്നത് തന്നെ. ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ മനുഷ്യൻ സ്വമനസ്സ അംഗീകരിക്കുകയും തൻ്റെ സൃഷ്ടാവിന് സ്വയം സമർപ്പിക്കുകയും ചെയ്യാത്ത പക്ഷം സത്യാനുസൃതം പൂർണ്ണമായും ഒരു ജീവിതം നയിക്കാൻ അവന് സാധിക്കുകയില്ല. ചരിത്രത്തിലുടനീളം ഇന്നുവരെയും പല വിധത്തിൽ മനുഷ്യൻ അവരുടെ ദൈവാന്വേഷണത്തിനും മതാത്മക വിശ്വാസങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും പ്രാർത്ഥനാബലികൾ, ആരാധനാനുഷ്ഠാനങ്ങൾ, ധ്യാനങ്ങൾ മുതലായവയിലൂടെയും പ്രകാശനം നൽകിയിട്ടുണ്ട്. മതപരമായ ആവിഷ്കരണത്തിൻ്റെ ഇത്തരം രൂപങ്ങൾ അവ പലപ്പോഴും അസ്പഷ്ടതയുള്ളതായിരുന്നെങ്കിൽ തന്നെ വളരെ സാർവജനീനങ്ങളാണ്. അക്കാരണത്താൽ മതാത്മക ജീവി എന്ന വിശേഷണം മനുഷ്യന് തികച്ചും അനർത്ഥമാണ്. ഭൂമുഖം മുഴുവൻ വസിക്കാൻ വേണ്ടി ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. അവിടുന്ന് അവരുടെ അസ്തിത്വത്തിൻ്റെ കാലങ്ങളും വാസ അനുഷ്ഠാനങ്ങളുടെ അതിർത്തികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അവിടത്തെ എത്തിപ്പിടിക്കുന്നതിനും കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എന്നാൽ ദൈവം നമ്മിൽ ആരിൽ നിന്നും അകലെയല്ല. കാരണം ദൈവത്തിലാണ് നാം ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും. പക്ഷേ മനുഷ്യന് ദൈവവുമായുള്ള സുദൃഢവും സജീവമായ ഈ ബന്ധം വിസ്മരിക്കപ്പെടാം, അവഗണിക്കപ്പെടാം, പ്രകടമായി നിഷേധിക്കപ്പെടുക പോലും ചെയ്യാം. ഈ പ്രവണതകൾക്ക് വിഭിന്നമായ കാരണങ്ങളുണ്ടാകാം. ലോകത്തിലെ തിന്മകൾക്കെതിരെയുള്ള പ്രതിഷേധം, മതപരമായ അജ്ഞതയോ താല്പര്യമില്ലായ്മയോ, ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളും സമ്പത്തും, വിശ്വാസികളുടെ ദുർമാതൃക നിമിത്തമുണ്ടാകുന്ന ഉതപ്പ്, മതവിരുദ്ധ ചിന്താഗതികൾ, അവസാനമായി ഭയം നിമിത്തം ദൈവത്തിൽ നിന്ന് ഒളിഞ്ഞിരിക്കാനും ദൈവിക വിളി നിരസിച്ച് ഓടിയകലാനും ഇടവരുത്തുന്ന പാപിയായ മനുഷ്യന്റെ പ്രവണത. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയങ്ങൾ ആഹ്ലാദിക്കട്ടെ. ദൈവത്തെ വിസ്മരിക്കുവാനും നിരസിക്കുവാനും മനുഷ്യന് കഴിയുമെങ്കിലും ജീവനും സൗഭാഗ്യവും കണ്ടെത്തുന്നതിനു വേണ്ടി തന്നെ അന്വേഷിക്കുന്നതിനായി ദൈവം ഓരോ മനുഷ്യനെയും വിളിക്കുന്നതിൽ നിന്ന് വിരമിക്കുന്നില്ല. ഈ ദൈവാന്വേഷണത്തിന് ബുദ്ധിശക്തിയുടെ സർവയത്നവും ഇച്ഛാശക്തിയുടെ ആർജവവും സത്യസന്ധമായ ഹൃദയവും ദൈവാന്വേഷണത്തിന് തന്നെ പരിശീലിപ്പിക്കുന്ന മറ്റുള്ളവരുടെ സാക്ഷ്യവും മനുഷ്യന് ആവശ്യമാണ്. കർത്താവെ, അങ്ങൊന്ന് വലിയവനാകുന്നു, അത്യന്തം സ്തുത്യർഹനാകുന്നു. അങ്ങയുടെ ശക്തി വലുതും അങ്ങയുടെ വിജ്ഞാനം അപരിമേയവുമാകുന്നു. അങ്ങയുടെ സൃഷ്ടിയിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമായ മനുഷ്യൻ അങ്ങയെ സ്തുതിക്കാൻ മോഹിക്കുന്നു. മർത്യപ്രകൃതി ധരിച്ചവനും പാപത്തിൻ്റെ സാക്ഷ്യം പേറുന്നവനും അങ്ങ് അഹങ്കാരികളെ ചെറുക്കുന്നു എന്നതിന് തെളിവ് നൽകുന്നവനുമാണ് ഈ മനുഷ്യൻ. ഇതെല്ലാമായിരുന്നിട്ടും അങ്ങയുടെ സൃഷ്ടിയിലെ ചെറിയൊരു കണം മാത്രമായ മനുഷ്യൻ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു.
അങ്ങയെ സ്തുതിക്കുന്നതിലൂടെ ആനന്ദമടയാൻ അങ്ങ് തന്നെ അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു. അങ്ങിൽ വിശ്രമം കണ്ടെത്തുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ദൈവത്തെ അറിയുന്നതിനുള്ള വഴികൾ. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനും അവിടത്തെ അറിയാനും സ്നേഹിക്കാനുമായി വിളിക്കപ്പെട്ടവനുമായ ദൈവാന്വേഷിയായ മനുഷ്യൻ ദൈവത്തെ അറിയുന്നതിനുള്ള ചില മാർഗങ്ങൾ കണ്ടെത്തുന്നു. ഇവയെ ദൈവാസ്തിത്വത്തിൻ്റെ തെളിവുകളെന്ന് നാം വിളിക്കുന്നു. പക്ഷേ ഇവയെ പ്രകൃതിശാസ്ത്രങ്ങൾക്കനുസൃതമായ തെളിവുകളായിട്ടല്ല നാം മനസ്സിലാക്കുന്നത്. പ്രത്യുത സത്യത്തെപ്പറ്റി നമുക്ക് ശരിയായ ഉറപ്പ് നൽകുന്നതിന് സഹായമായവ സമന്വയിപ്പിക്കുന്നതിനും ബോധ്യമരളുന്നതുമായ വാദമുഖങ്ങളായിട്ടാണ്. ദൈവത്തെ സമീപിക്കുന്നതിനുള്ള പ്രസ്തുത മാർഗങ്ങൾ സൃഷ്ടിയിൽ നിന്ന് തുടങ്ങുന്നു. ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും മനുഷ്യ വ്യക്തിയിൽ നിന്നും. പ്രപഞ്ചത്തിൻ്റെ ചലനം, കാര്യക്ഷമത, താൽക്കാലികത, ക്രമം, സൗന്ദര്യം എന്നിവയിൽ നിന്നും മനുഷ്യന് പ്രപഞ്ചത്തിൻ്റെ ആരംഭവും അത്യന്തവുമായ ദൈവത്തെ അറിയുവാൻ സാധിക്കുന്നു. വിജാതീയരെക്കുറിച്ച് പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവർക്ക് അവയെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ അവർ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നു: ഭൂമിയുടെ സൗന്ദര്യത്തോട് ചോദിക്കുക, കടലിൻ്റെ സൗന്ദര്യത്തോട് ചോദിക്കുക, സ്വയം വികസിച്ച് പ്രസരിക്കുന്ന വായുവിൻ്റെ സൗന്ദര്യത്തോട് ചോദിക്കുക, ആകാശത്തിൻ്റെ സൗന്ദര്യത്തോട് ചോദിക്കുക. ഇവയോടെല്ലാം ചോദിക്കൂ, ഇവയെല്ലാം ഉത്തരം നൽകും. നോക്കൂ, ഞങ്ങൾ സുന്ദരങ്ങളാണ്. അവയുടെ സൗന്ദര്യം അവയുടെ പ്രഖ്യാപനമാണ്. മാറ്റത്തിന് വിധേയമായ ഈ സുന്ദര വസ്തുക്കളെ സൃഷ്ടിച്ചത് മാറ്റമില്ലാത്തവനായ സുന്ദരനല്ലാത്ത മറ്റൊരാണ്, മനുഷ്യൻ. സത്യത്തോടും സൗന്ദര്യത്തോടുമുള്ള ഉന്മുഖതയും ധാർമ്മിക നന്മയെക്കുറിച്ച് ബോധവും സ്വാതന്ത്ര്യവും മനസാക്ഷിയുടെ സ്വരവും അനന്തതയ്ക്കും സൗഭാഗ്യത്തിനും വേണ്ടിയുള്ള അഭിവാജ്ഞയും കൈമുതലായുള്ള മനുഷ്യൻ ദൈവാസ്തിത്വത്തെക്കുറിച്ച് തന്നോട് തന്നെ ചോദിക്കുന്നു. ഇവയിലെല്ലാം മനുഷ്യൻ തൻ്റെ അന്തരാത്മാവിൻ്റെ ലാഞ്ചനകൾ ദർശിക്കുന്നു. മനുഷ്യൻ തന്നിൽ സംവഹിക്കുന്ന നിത്യതയുടെ ബീജവും ഭൗതിക പദാർത്ഥമായി തരം താഴ്ത്താനാവാത്തതുമായ ആത്മാവിൻ്റെ ഉൽപ്പത്തി ദൈവത്തിൽ നിന്ന് മാത്രമാണ്. ഞങ്ങൾക്ക് ദൈവത്തിൽ തന്നെ ആദികാരണമോ പരമാന്ത്യമോ ഇല്ല. പ്രത്യുത ആദിയും അന്തവുമില്ലാത്ത അവിടുത്തെ ഉണ്മയിൽ ഞങ്ങൾ പങ്കുചേരുകയാണെന്ന് പ്രപഞ്ചവും മനുഷ്യനും സാക്ഷ്യം നൽകുന്നു. ഇപ്രകാരം വ്യത്യസ്ത മാർഗങ്ങളിലൂടെ സകലത്തിൻ്റെയും ആദിമ കാരണവും പരമലക്ഷ്യവുമായ ഒരു യാഥാർത്ഥ്യമുണ്ടെന്നറിയാൻ മനുഷ്യന് സാധിക്കുന്നു. ദൈവമെന്ന് എല്ലാവരും വിളിക്കുന്ന യാഥാർത്ഥ്യം, വ്യക്തിത്വത്തോടു കൂടിയ ഒരു ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിയുന്നതിന് മനുഷ്യൻ്റെ കഴിവുകൾ അവനെ സഹായിക്കുന്നു. എന്നാൽ തന്നോട് ഗാഢബന്ധത്തിൽ വർത്തിക്കുന്നതിന് മനുഷ്യൻ യോഗ്യനാകാൻ വേണ്ടി അവന് സ്വയം വെളിപ്പെടുത്തുവാൻ ദൈവം തിരുമനസ്സായി. പ്രസ്തുത വെളിപാട് വിശ്വാസപൂർവ്വം സ്വീകരിക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നതിന് ആവശ്യമായ കൃപാവരം അവന് നൽകുവാനും അവിടുന്ന് തിരുമനസ്സായി. ദൈവ അസ്തിത്വത്തിൻ്റെ തെളിവുകളൊന്നാകട്ടെ മനുഷ്യനിൽ വിശ്വസിക്കാൻ പ്രേരകമായ മനോഭാവം ജനിപ്പിക്കുവാനും വിശ്വാസയുക്തിക്ക് വിരുദ്ധമല്ലെന്ന് അവനെ കാണിച്ചു കൊടുക്കുവാനും സഹായിക്കുന്നു.